അടുത്ത ദിവസം വൈകുന്നേരം 4 മണി കഴിഞ്ഞ നേരം മുറ്റത്തെ പൂച്ചെടികൾക്ക് ഹോസ് ഉപയോഗിച്ച് വെള്ളം നനച്ചുകൊണ്ട് നിൽക്കുകയാണ് നവമി. 5 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ് വരാറുള്ള അനുറാണി അന്ന് നേരത്തെ വരുന്നത് കണ്ടിട്ട് നവമിക്ക് അത്ഭുതമായി. നിനക്കിന്ന് ട്യൂഷനിലായിരുന്നു മോളെ? ഹോസ് താഴെയിട്ട ശേഷം അനുവിൻ്റെ തോളിൽ നിന്ന് സ്കൂൾ ബാഗ് ഊരി കയ്യിൽ പിടിക്കുന്നതിനിടയിൽ നവമി തിരക്കി. ട്യൂഷനുണ്ട്, പോയില്ലേ? എന്തു പറ്റി? അച്ഛൻ വിളിച്ചു പറഞ്ഞു ട്യൂഷന് പോകാൻ നിൽക്കാതെ വീട്ടിലേക്ക് പോന്നോളാൻ. ഇന്ന് ചേച്ചിയെ കാണാൻ ഇവിടെ കുറച്ച് അതിഥികൾ വരുന്നുണ്ടെന്ന്. അതിഥികളോ? എന്നെ കാണാനോ? നവമിക്ക് അമ്പരപ്പായി. ചേച്ചി വാ, ഇവിടെ നിൽക്കാതെ എനിക്ക് ചായ ഇട്ടുക. അവൾ നവമിയുടെ കയ്യിൽ പിടിച്ചു. നീ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്നോ, അപ്പോഴേക്കും ചായ റെഡി. അവർ അകത്തേക്ക് കയറിപ്പോന്നു. ജഗദമ്മ ചേച്ചി വിളിച്ചായിരുന്നോ ചേച്ചി? മുകൾ നിലയിലെ തൻ്റെ റൂമിലേക്ക് പോകാനായി ആദ്യത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ച് കൊണ്ടുവന്ന് അനു ചോദിച്ചു. ഇന്ന് രാവിലെയാണ് മകൾ വിളിച്ചതിന് പ്രകാരം ജഗദമ്മ വീട്ടിലേക്ക് പോയത്. മകളെയും കൊണ്ട് RCCയിൽ കീമോ ചെയ്യാനുള്ള ദിവസമാണ് നാളെ. 1 മാസത്തെ ശമ്പളം കൂടി മുൻപറ്റ് വാങ്ങിച്ചാണ് ജഗദമ്മ വീട്ടിലേക്ക് പോയിരിക്കുന്നത്. ജഗദമ്മ ചേച്ചി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വരുമെന്നാണ് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു വേണമെങ്കിൽ 2 ദിവസം കൂടി ചേച്ചിയുടെ മോളോടൊപ്പം നിന്നോളാൻ. അനുറാണി കുളി കഴിഞ്ഞിറങ്ങി വന്ന് ചായയും പലഹാരങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗേറ്റിന് പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ഒച്ച കേൾക്കുന്നത്. അവൾ ഓടിച്ചെന്ന് നോക്കിയിട്ട് തിരികെ വന്ന് മൊബൈലെടുത്ത് വിജയകൃഷ്ണനെ വിളിച്ചു. നവമിയോട് അവളുടെ റൂമിൽ പോയിരുന്നോളാൻ പറയും. ഞാൻ വരാതെ യാതൊരു കാരണവശാലും താഴേക്ക് ഇറങ്ങി വരരുതെന്ന് അവളോട് പറഞ്ഞേക്ക്. ശരിയച്ച, അച്ഛൻ പെട്ടെന്ന് വന്നേക്കണേ. ഞാൻ വരും വരെ നീ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കെ. നവമിയെ വിളിക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അച്ഛൻ വന്നിട്ട് അവളോട് നിങ്ങൾ സംസാരിച്ചാൽ മതിയെന്ന് തീർത്ത് പറഞ്ഞേക്കണം, കേട്ടോ മോളെ? അച്ഛൻ പെട്ടെന്ന് പറഞ്ഞേ. അവൾ പറഞ്ഞ ശേഷം ഫോൺ വച്ചിട്ട് നവമിയെ വിളിച്ച് മുകളിൽ റൂമിൽ പോയിരുന്നോളാൻ ആവശ്യപ്പെട്ടു. അച്ഛൻ വരുമ്പോൾ ഞാൻ വന്ന് വിളിക്കും, എന്നിട്ടല്ലാതെ പുറത്തേക്ക് വന്നേക്കരുതെന്നും അവൾ നിർദ്ദേശം കൊടുത്തു. അത് കഴിഞ്ഞ ധൃതിയിൽ അവൾ താഴേക്ക് പോരുമ്പോൾ മോഹനൻ അങ്കിളിൻ്റെ കാർ ഒഴുകിയിട്ടെന്നോണം വന്ന് മുറ്റത്തേക്ക് നിൽക്കുന്നത് അവൾക്ക് ജനാലയിലൂടെ കാണാമായിരുന്നു. അനുറാണി അവിടെ നിന്നുകൊണ്ട് തന്നെ ആരൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കി. മുത്തശ്ശിയുണ്ട്, കുഞ്ഞങ്ങളുണ്ട്. അവസാനം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മോഹനൻ അങ്കിളും പുറത്തിറങ്ങുന്നു. അവൾ അമ്മയുണ്ടാവുമെന്ന് കരുതി അല്പസമയം കാത്തെങ്കിലും മറ്റാരും കാറിലില്ലായിരുന്നു. അകത്ത് കോളിംഗ് ബെല്ലിൻ്റെ ഒച്ച കേട്ടതോടെ അനുറാണി മെല്ലെ ചെന്ന് വാതിലിൻ്റെ ബോൾട്ട് നീക്കി. അനുറാണി വാതിലിൻ്റെ ബോൾട്ട് മാറ്റിയ ശേഷം വാതിലിൻ്റെ ഒരു പാളി പിന്നിലേക്ക് മാറ്റി. അനുറാണിയാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് കണ്ടതോടെ ശ്രീകുമാരി അമ്മയുടെ നെറ്റി ചുളിഞ്ഞു. നീ ഇപ്പോൾ സ്കൂളിലേക്ക് പോക്കൊന്നുമില്ലേ മോളെ? അല്ലെങ്കിൽ ഈ സമയത്ത് നീ ഇവിടെ കാണേണ്ടതല്ലോ, ട്യൂഷൻ ഉള്ളതല്ലേ നിനക്ക്? ശ്രീകുമാരി അമ്മ അനുവിൻ്റെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് അകത്തേക്ക് കയറി. അവർക്ക് പിന്നാലെ ആൺമക്കളും കയറി വന്നു. ഇന്ന് ട്യൂഷന് പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അനുറാണി മറുപടി കൊടുത്തു. അത് കൊള്ളാമല്ലോ മോളെ, നല്ല അച്ഛനാണല്ലോ വിജയൻ. നിന്റെ 1 മണിക്കൂർ ട്യൂഷൻ വെറുതെ കളഞ്ഞപ്പോൾ അവന് സമാധാനമായോ? അതിരിക്കട്ടെ, ഇന്നെന്താ നീ ട്യൂഷന് പോകണ്ടെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞത്? അവരെല്ലാം സ്വീകരണ മുറിയിലെ വിവിധ ഇടങ്ങളിലായിരുന്നു. ഞാൻ ചോദിച്ചില്ലങ്ങളെ, എന്തെങ്കിലും കാര്യമില്ലാതെ വെറുതെ അച്ഛൻ അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം. ചിലപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുമെന്ന് തോന്നിയതുകൊണ്ടാവും അച്ഛൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ വരുമ്പോൾ വാതിൽ തുറന്നു തരാൻ ആരെങ്കിലും വേണ്ടേ? അതിനുവേണ്ടി നീ നിന്റെ 1 മണിക്കൂർ ട്യൂഷൻ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു അനുമോളെ. അതിനല്ലേ ഇവിടെ വേലക്കാരുള്ളത്. ജഗദമ്മ ചേച്ചി ഇവിടെ ഇല്ല അങ്കിളെ, ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കുക. ചേച്ചിയുടെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് പോകണം. ചിലപ്പോൾ 4-5 ദിവസം കഴിഞ്ഞേ ഇനി ജഗദമ്മ ചേച്ചി തിരിച്ചു വരൂ. നിന്റെ ജഗദമ്മ ചേച്ചിയുടെ ചരിത്രമല്ല അനുമോളെ ഞാൻ ചോദിച്ചത്. വേറൊരുത്തി ഉണ്ടല്ലോ ഇവിടെ, നിന്റെ അച്ഛൻ്റെ ദത്തപുത്രി. നിന്റെ അമ്മയെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് ആ സ്ഥാനത്ത് കയറിയിരിക്കാൻ വന്നവൾ, അവളെയാ ഞാൻ ഉദ്ദേശിച്ചത്. അമ്മയുടെ സ്ഥാനത്ത് കയറിയിരിക്കാൻ വന്നവളോ? അതാരാ അങ്കിളെ? എനിക്കറിയില്ലല്ലോ. അങ്ങനെ ഒരാളുണ്ടോ ഇവിടെ? അനുറാണി തനിക്കൊന്നും മനസ്സിലായില്ലെന്ന മട്ടിൽ എല്ലാവരെയും മാറി മാറി നോക്കി. ഉണ്ട്, അത് നിനക്കിതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ലെന്ന് വേണം കരുതാൻ. നിന്റെ അച്ഛൻ മറ്റാരുടെയും സമ്മതമില്ലാതെ ഈ വീട്ടിൽ വലിച്ചു കയറ്റി വാഴിച്ചിരിക്കുന്ന ഒരുത്തിയെക്കുറിച്ച് നിനക്കറിയാമോ അനു? അതോ അങ്ങനെ ഒരാളും ഈ വീട്ടിൽ ഇല്ലെന്നാണോ നീ പറയാൻ പോകുന്നത്? നവമി ചേച്ചിയാണോ കുഞ്ഞുങ്ങൾ ഉദ്ദേശിച്ചത്? എങ്കിലത് നിങ്ങളാരും കരുതുന്ന പോലെ എവിടെന്നോ വലിഞ്ഞു കയറി വന്ന ഒരുത്തിയൊന്നുമല്ല. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നവമി ചേച്ചി ഞങ്ങളുടെ സഹോദരിയാണെന്നാ. നവമി ചേച്ചി ഞങ്ങളുടെ സഹോദരിയാണെന്ന് അച്ഛൻ പറയണമെങ്കിൽ നവമി ചേച്ചി അച്ഛൻ്റെ ആരായിട്ട് വരും മകളെ? മകൾ അല്ലേ? അച്ഛൻ്റെ മകളെന്ന് വെച്ചാൽ എൻ്റെയും പ്രവീണ ചേച്ചിയുടെയും സന്ദീപേട്ടൻ്റെയും ഒക്കെ ആരാങ്കിളെ? ഞാൻ പറയണ്ടല്ലോ അങ്കിളിനോടത്. വേണ്ടടി, മതി നീ അങ്കിളുമാരെ പഠിപ്പിച്ചത്. 10ാം ക്ലാസ്സിലല്ലേ നീ പഠിക്കുന്നത്, അല്ലാതെ LLBക്കൊന്നുമല്ലല്ലോ. കൂടിപ്പോയാൽ 15 വയസ്സ് പ്രായം കാണും നിനക്ക്. വായിൽ കിടക്കുന്ന നാക്കിനും പ്രായത്തിനൊത്ത് നീളം മതി.
അത്രയും പറഞ്ഞ ശേഷം പ്രദീപൻ അവിടെ നിന്ന് എണീറ്റ് അടുക്കളയിലും സ്റ്റോർ റൂമിലും വർക്ക് ഏരിയയിലുമൊക്കെ പോയി നോക്കിയ ശേഷം തിരികെ വന്ന് കോർണർ സോഫയിലേക്ക് ഇരുന്നു. അതിനിടയിൽ അയാൾ കണ്ണുകൾ കൊണ്ട് സഹോദരന് എന്തോ ഒരു സംജ്ഞ നൽകുകയും ഒപ്പം തന്നെ നിഷേധാർത്ഥത്തിൽ തലയാട്ടുകയും ചെയ്യുന്നത് അനുറാണി കണ്ടു. അവൾ പക്ഷേ അത് ഗവനിക്കാൻ പോയില്ല. അയാൾ അടുക്കളയിൽ പോയി തിരഞ്ഞത് നവമിയെയാണെന്ന് അവൾക്കറിയാമായിരുന്നു. നവമി ചേച്ചി അവിടെ എവിടെയോ ഒളിച്ചു നിൽപ്പുണ്ട് എന്ന വിശ്വാസത്തിൽ പോയി നോക്കിയതാണ് അയാൾ. അങ്കിളിന് എന്താ കുടിക്കാൻ? തണുത്തത് വേണോ അതോ ഞാൻ ചായ ഇട്ട് തരണോ? അയാൾ വെള്ളം കുടിക്കാനാണ് അടുക്കളയിൽ പോയി നോക്കിയതെന്ന് താൻ വിശ്വസിച്ചോട്ടെ എന്ന് കരുതി അവൾ ചോദിച്ചു. വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വന്നാൽ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണമെന്ന സാമാന്യ മര്യാദ വീട്ടുഭരണം കൈയടക്കിയിരിക്കുന്ന നിന്റെ അച്ഛൻ്റെ മകൾക്ക് അറിയില്ലേ? പോയി വിളിച്ചോണ്ട് വാ മോളെ അവളെ. അവൾക്കെന്താ ഞങ്ങളുടെ മുമ്പിലേക്ക് വരാനൊരു മടി? ശ്രീകുമാരി അമ്മ നിർദ്ദേശിച്ചു. നവമി ചേച്ചി കുളിക്കാൻ കയറി മുത്തശ്ശി. ഇനി താഴേക്ക് വരണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും കഴിയും. 1 മണിക്കൂറോ? അവളെന്താടി അവിടെ കുളം കുഴിച്ച് നീരാടുവാണോ അതോ കുളിമുറിക്കുള്ളിൽ കിണർ കുത്തി വെള്ളം കോരി കുളിക്കാൻ പോയതാണോ? എൻ്റെ അങ്കിളെ എന്തൊരു തമാശയായത്. അങ്കിളിന് അറിയില്ലല്ലോ ഇപ്പോൾ ഈ വീട്ടിലുള്ള സർവ്വ ജോലിയും ചെയ്യുന്നത് നവമി ചേച്ചി ഒറ്റയ്ക്ക. വീട് മുഴുവൻ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കണം, മുറ്റം തൂക്കണം, മുറ്റത്ത് നിൽക്കുന്ന ചെടിക്ക് മുഴുവൻ നനയ്ക്കണം, പിന്നെ ഞങ്ങൾ 4 പേർക്ക് ആഹാരമുണ്ടാക്കി അത് വച്ചുണ്ടാക്കുന്ന പാത്രം മുഴുവൻ കഴുകി തുടച്ചു വയ്ക്കണം. അതിൻ്റെ കൂടെ എൻ്റെയും അച്ഛൻ്റെയുമൊക്കെ സർവ്വ ഡ്രസ്സുകളും കഴുകിയിടേണ്ട പണി. എൻ്റെ ഡ്രസ്സാണെങ്കിൽ സ്കൂൾ യൂണിഫോമും സ്പോർട്സ് യൂണിഫോമും ഉൾപ്പെടെ 4 ജോഡിയെങ്കിലും കാണും. അതും പോരാഞ്ഞ അച്ഛൻ്റെ പാൻറ്, ഷർട്ട്, ഗൗണുകൾ എന്ന് വേണ്ട സോഫാ വിരിയും കിടക്ക വിരിയും വരെ കാണും കഴുകിയിടാൻ. ഈ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ജോലി ചേച്ചി കുളിക്കാൻ കയറുമ്പോഴാണ് ചെയ്യുന്നത്. ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ എനിക്ക് ചായ ഇട്ട് തന്നതിന് ശേഷമാണ് ചേച്ചി കുളിക്കാൻ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേച്ചി ഇറങ്ങി വരാൻ ഇനി 1.5 മണിക്കൂറെങ്കിലും കഴിയുമെന്ന്. ആ കൊള്ളാം, 1 മണിക്കൂർ നീണ്ട് ഇപ്പോൾ നീരാട്ട് തീരാൻ 1.5 മണിക്കൂറായോ? മോഹനൻ തമ്പി മുഖത്തിൻ്റെ ഒരു വശത്ത് മാത്രം ചിരി വരുത്തിയിട്ട് പ്രദീപനെ നോക്കി. 1.5 മണിക്കൂർ ഇനി 2 ആകുന്നതിന് മുമ്പേ പ്രദീപേ, നീ മുകൾ നിലയിലേക്ക് ചെന്ന് നോക്കിയിട്ട് വാ. ഇവൾ പറയുന്നത് കള്ളമാണെങ്കിൽ അവൾ അവിടെ ഒളിച്ചിരിക്കുകയാണെങ്കിൽ മുടിക്കുത്തിനെ പിടിച്ച് അവളെ വലിച്ചിഴച്ച് ഇങ്ങ് കൊണ്ടുപോരെ. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. മോഹനൻ തമ്പിയുടെ നിർദ്ദേശം കേട്ടതോടെ പ്രദീപൻ ഇരുന്നിടത്തു നിന്നും എണീറ്റു. അയാൾ മുകൾ നിലയിലേക്ക് പോകാനുള്ള ഒരുക്കമാണെന്ന് കണ്ടതോടെ അനുറാണി വന്ന സ്റ്റെയർ കേസിന് മുന്നിൽ അയാൾക്കൊരു പടി പോലും മുകളിലേക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ കയറി നിന്നു. അങ്കിളെ, അവിടെ ഒരാൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടും അതൊരു പെൺകുട്ടിയാണെന്ന് പോലും ഓർക്കാതെ അങ്കിൾ മുകളിലേക്ക് പോകരുത്. നീ മാറി നിൽക്കാനു. ഞാൻ പോണത് അവളെ തല്ലാനും കൊല്ലാനും ഒന്നുമല്ല. അവൾ അവിടെ നിൽപ്പുണ്ടെങ്കിൽ അവളോട് ഞാൻ പറയും, നീ താഴേക്ക് വാ, അവിടെ നിന്നെ കാണാൻ നിന്റെ ചില ബന്ധുമിത്രാദികൾ വന്നിട്ടുണ്ട്, അവർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. ഇത്രമാത്രം അവളോട് പറഞ്ഞിട്ട് ഞാനിങ്ങ് ഇറങ്ങി പോന്നോളാം. നീ വഴിയിൽ നിന്ന് മാറി നിൽക്കാനു. പറ്റില്ല അങ്കിളെ. അങ്കിൾ ഇപ്പോൾ മുകളിലേക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. അല്ലെങ്കിൽ അച്ഛൻ വരട്ടെ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ആര് ഈ വീട്ടിൽ വന്നാലും ഇവിടെ താഴെ ഈ സ്വീകരണ മുറിയിൽ ഇരുത്തി സംസാരിച്ചോണം, മുകൾ നിലയിലേക്ക് കയറിപ്പോകാനേ സമ്മതിക്കരുതെന്ന്. അനുറാണി താൻ ആര് പറഞ്ഞാലും വഴങ്ങില്ലെന്ന മട്ടിൽ ഉറച്ചു നിന്നു. അത് നിന്റെ അച്ഛൻ പറഞ്ഞത് ഞങ്ങളെ ഉദ്ദേശിച്ചാകില്ല മോളെ. അന്യരാരെങ്കിലും ഈ വീട്ടിൽ വന്നാലുള്ള കാര്യമാ. ഞങ്ങളാരും അന്യരല്ലല്ലോ, നീ മാറ്. അയാൾ അവളുടെ കയ്യിൽ തൊടാനായി കൈ നീട്ടിയതും പുറത്ത് വിജയകൃഷ്ണന്റെ കാർ വന്നു നിൽക്കുന്ന ഒച്ച കേട്ടു. പ്രദീപൻ രൂക്ഷമായ അനുറാണിയെ ഒന്ന് നോക്കിയ ശേഷം അവൾക്ക് മുമ്പിൽ നിന്ന് പിൻവാങ്ങി. അനുറാണി പെട്ടെന്ന് ഇനിയൊന്നും പേടിക്കാനില്ല എന്ന മട്ടിൽ പുറത്തേക്ക് ഓടിച്ചെന്നു. വിജയകൃഷ്ണൻ കാറിൽ നിന്നിറങ്ങി സിറ്റൗട്ടിലേക്ക് കയറി വരികയായിരുന്നു. അപ്പോൾ അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അയാൾ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. അവരുണ്ടോ അകത്ത്? അവൾ മൂളി. അമ്മയുടെ സഹോദരന്മാർ അക്രമമൊന്നും കാണിച്ചില്ലല്ലോ അല്ലേ? അച്ഛനെന്താ വൈകിയത്? ഞാൻ പേടിച്ചുപോയി. അച്ഛനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ. അവൾ ബാക്കി പറയാതെ നിർത്തിയപ്പോൾ തന്നെ അയാൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞു മകൾ ഇനി എന്താണ് പറയാൻ തുടങ്ങുന്നതെന്ന്. വിജയകൃഷ്ണൻ വക്കീലിൻ്റെ മുഖം മുറുകി വന്നു. സാരമില്ല മോളവാ. അയാൾ മകളെയും കൂട്ടി സ്വീകരണ മുറിയിലേക്ക് കയറി ചെന്നു. പിന്നെ അയാൾ തൻ്റെ റൂമിലേക്ക് ചെന്ന് കോട്ടും ബാഗും വച്ച ശേഷം തിരികെ വന്നു. ഒരുപാട് നേരമായോ വന്നിട്ട്? അയാൾ ആരോടൊന്നില്ലാതെ തിരക്കിക്കൊണ്ട് താൻ ഇരിക്കാറുള്ള ഇരിപ്പിടത്തിലേക്ക് ഇരുന്നു. ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഒരു പരിഭവം പോലെ ശ്രീകുമാരി അമ്മ പറഞ്ഞു. അവർ വരുന്നുണ്ടെന്ന് അറിയിച്ചാലുടൻ താനിവിടെ സന്നിഹിതനായിക്കൊള്ളണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് വിജയകൃഷ്ണന് തോന്നി. നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാലുടൻ ഇട്ടിട്ട് പോരാൻ പറ്റുന്ന ഒരു ജോലിയല്ലല്ലോ അമ്മേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലിയൊക്കെ നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ വിജയ? വിജയൻ ചെയ്യും പോലെ അത്ര മഹത്തരമൊന്നുമല്ലെങ്കിലും ഞങ്ങൾക്കുമുണ്ടേ ഓരോ കുഞ്ഞു കുഞ്ഞു ജോലികൾ. അതൊക്കെ മാറ്റിവെച്ചിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് നിന്നെ കാണാൻ വേണ്ടി വന്നതെന്ന് വിജയനും ഒന്ന് ഓർക്കണം. വിജയകൃഷ്ണന്റെ വാക്കുകളെ എതിർത്തുകൊണ്ട് മോഹനൻ തമ്പി പറഞ്ഞു. ഞാൻ വിട്ടുമോനേട്ടാ,
ഇതിനെ ചൊല്ലി ഒരു ഭാഗവതത്തിന് ഞാനില്ല. എൻ്റെയോ നിങ്ങളുടെയോ ജോലിയെ മഹത്വവൽക്കരിക്കാനല്ലല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിടാം. എന്നിട്ട് വന്ന കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യത്തിൽ എനിക്ക് ക്ഷമ പറയാനുണ്ട്. എൻ്റെ അമ്മയോടും അളിയന്മാരോടും. നിങ്ങൾ വന്നിട്ട് ഇത്ര നേരമായിട്ടും ഒരു തുള്ളി വെള്ളം തൊണ്ട നനയ്ക്കാനായി പോലും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? അതിന് കടപ്പെട്ടയാൾ ഇവിടെ നിന്നും ഇറങ്ങി നിങ്ങളുടെ അടുത്തേക്ക് വന്നതുകൊണ്ടാണ് അങ്ങനൊരു പിഴ വന്നത്. അതുകൊണ്ട് അതങ്ങ് ക്ഷമിച്ചേക്കണം എല്ലാവരും. വിജയകൃഷ്ണൻ തങ്ങളെ കളിയാക്കുന്നത് പോലെയാണ് എല്ലാവർക്കും തോന്നിയത്. അതിൻ്റെ നീരസം അവരുടെ മുഖത്തുണ്ടായിരുന്നു താനും. നിന്റെ ഭാര്യ ഇവിടെ നിന്നിറങ്ങി ഞങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ആരാണ് വിജയ? ഞങ്ങളാണോ? ശ്രീകുമാരി അമ്മ ചോദിച്ചു. അതുപോലും അമ്മയ്ക്ക് അറിയില്ലേ? അമ്മയല്ലേ ഇപ്പോൾ പറഞ്ഞത് എൻ്റെ ഭാര്യ ഇവിടെ നിന്നിറങ്ങി അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ട് വന്നതിൻ്റെ കാരണമെങ്കിലും അമ്മയ്ക്ക് അവളോടൊന്ന് ചോദിച്ചിട്ട് വരാമായിരുന്നു. വിജയകൃഷ്ണൻ ഒന്നിളകിയിരുന്നു.